നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മസ്തകത്തിൽ മുറിവേറ്റ ആന ചികിത്സയ്ക്കിടെ ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെയാണ് ആന ചരിഞ്ഞത്. സ്വർണം വാങ്ങിയ ശേഷം വ്യാജ രസീത് കാണിച്ച് ജ്വല്ലറിയിൽ നിന്ന് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളഞ്ഞ കേസിൽ പ്രതികളിലൊരാൾ പിടിയിൽ. BVMHS കല്ലേറ്റുംകരയിലെ മാതൃകാ പദ്ധതിയായ 7ാം സാന്ത്വന ഭവനം താക്കോൽ കൈമാറ്റ ചടങ്ങ് നടത്തി. KPSTA ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട MDMA പ്രതിയും രാസലഹരി വിൽപ്പനക്കാരനും പിടിയിൽ. കരുവാപ്പടി ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും ഞായറാഴ്ച. വിശദമായ വാർത്തയിലേക്ക്. മസ്തകത്തിൽ മുറിവേറ്റ ആന ചികിത്സയ്ക്കിടെ ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെയാണ് ആന ചരിഞ്ഞത്. ഒരടിയോളം ആഴത്തിലുള്ളതായിരുന്നു മുറിവ്. വളരെ മോശമായ രീതിയിലായിരുന്നു ആനയുടെ ആരോഗ്യാവസ്ഥ. ഹൃദയാഘാതം മൂലമാണ് ആന ചരിഞ്ഞതെന്നാണ് വിവരം. ആന ഭക്ഷണവും വെള്ളവും ഇന്ന് രാവിലെ വരെ കഴിച്ചിരുന്നു. പക്ഷേ ചികിത്സയ്ക്കിടെ ആന കുഴഞ്ഞു വീഴുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂവെന്നും വാഴച്ചാൽ DFO കുറിപ്പിലൂടെ വ്യക്തമാക്കി. ആനയെ മയക്കുവെടി വെച്ച ശേഷം സാധ്യമായ വിദഗ്ധ ചികിത്സ നൽകിയിരുന്നു. പിടികൂടിയ സമയം തന്നെ മുറിവ് ആഴത്തിലുള്ളതാണെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയ പറഞ്ഞിരുന്നു. മയക്കുവെടി ഏറ്റതിന്റെ മയക്കം വിട്ടതിനു ശേഷം തീറ്റയെടുക്കുകയും കുളിക്കാനുള്ള ശ്രമം നടത്തുകയുമെല്ലാം ചെയ്തിരുന്നു. എന്നാൽ ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു. തുടർന്ന് ഗ്ലൂക്കോസ് അടക്കം നൽകിക്കൊണ്ട് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആന ചരിയുകയായിരുന്നു. മുറിവിലെ പഴുപ്പ് പൂർണ്ണമായി മാറ്റാനായി സാധിച്ചിരുന്നു. എന്നാൽ മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്കും ബാധിച്ചിരുന്നു. അണുബാധ മസ്തിഷ്കത്തിലേക്ക് ബാധിച്ചിട്ടില്ലെന്ന് ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കിയിരുന്നു. തുമ്പിക്കൈയിലെ അണുബാധ കാരണം തുമ്പിക്കൈയിൽ വെള്ളം കോരി കുടിക്കുന്നതിനടക്കം ആനയ്ക്ക് പ്രയാസമുണ്ടായിരുന്നു. അതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് ആനയെ പരിപാലിച്ചിരുന്നത്. മുറിവിന്റെ വേദന കാരണം ആന പുറത്തേക്കും മുറിവിലേക്കും മണ്ണ് വാരി ഇടുന്നുണ്ടായിരുന്നു. അതെല്ലാം നിരന്തരം വൃത്തിയാക്കിക്കൊണ്ടായിരുന്നു ആനയെ പരിചരിച്ചിരുന്നത്. ജനുവരി 15 മുതൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കൊമ്പനെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പരിക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ 24-ന് മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സ നൽകി വിട്ടിരുന്നു. എന്നാൽ ഈ മുറിവിൽ പുഴുവരിച്ച നിലയിൽ കണ്ടതോടെ ആനയുടെ ജീവനിൽ ആശങ്ക വന്നു. തുടർന്ന് ആനയെ മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സിച്ച് ഭേദമാക്കുന്നതുവരെ കൂട്ടിൽ പാർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പിടികൂടിയ കൊമ്പനെ കൂട്ടിൽ ശാന്തനായാണ് കണ്ടത്. സാധാരണ ആനകൾ കൂട്ടിൽ കയറ്റിയ ഉടനെ കാണിക്കാറുള്ള പ്രതിഷേധം പോലും ആനയിൽ നിന്നും ഉണ്ടായില്ല. അത്രത്തോളം അവശ നിലയിലായിരുന്നു കൊമ്പൻ. ഗുരുതരമായ മുറിവാണെങ്കിലും ആനയെ ആരോഗ്യവാനായി തിരികെ കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ആന ചരിഞ്ഞത്. സ്വർണം വാങ്ങിയ ശേഷം വ്യാജ രസീത് കാണിച്ച് ജ്വല്ലറിയിൽ നിന്ന് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളഞ്ഞ കേസിൽ പ്രതികളിലൊരാൾ പിടിയിൽ. പേരാവൂർ കൊളവൻചാലിൽ അപ്പാച്ചി എന്ന് വിളിക്കുന്ന അഷറഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം 3 പീടികയിലെ ജ്വല്ലറിയിലാണ് തട്ടിപ്പ് നടന്നത്. പെരിഞ്ഞനം സ്വദേശിയാണെന്നും ഗൾഫിൽ ബിസിനസ് നടത്തുകയാണെന്നും പരിചയപ്പെടുത്തി മാലയും വളയും മോതിരവുമടക്കം 8 പവന്റെ ആഭരണങ്ങളാണ് അഷറഫ് വാങ്ങിയത്. മണിക്കൂറുകളോളം കടയിൽ തങ്ങിയ ഇയാൾ ബിൽ തുക കടയുടമയുടെ അക്കൗണ്ടിലേക്ക് നെറ്റ് ബാങ്കിംഗ് വഴി അയക്കുകയാണെന്ന് ഉടമയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിന്റെ രസീത് സ്വന്തം മൊബൈലിൽ കാണിച്ച യുവാവ് ഉടമയുടെ അക്കൗണ്ടിൽ പണമെത്താൻ കുറച്ച് സമയമെടുക്കുമെന്നും പറഞ്ഞ് മുങ്ങി. ഇത് വിശ്വസിച്ച ഉടമ ആഭരണങ്ങളുമായി പോകാൻ അനുവദിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞും അക്കൗണ്ടിൽ പണം എത്താതായതോടെ ഉടമ കയ്പമംഗലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അന്വേഷണം നടത്തിയ പോലീസ് മോഷണത്തിനായി വന്ന കാർ വിദഗ്ധമായി ഒളിപ്പിച്ചിരുന്നത് കണ്ടെത്തി. വാഹനത്തെപ്പറ്റി നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് യഥാർത്ഥ വാഹന ഉടമയുടെ അടുത്തായിരുന്നു. അയാൾ സിനിമാ മേഖലയിലുള്ള ഒരാൾക്ക് കാർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് അറിഞ്ഞതോടെ അതുവഴിയായി അന്വേഷണം.
ഒടുവിൽ അഷ്റഫിനെ പിടികൂടുകയായിരുന്നു. ഇവർ ഈ തട്ടിപ്പിനായി ഒരു പ്രത്യേകതരം മൊബൈൽ ആപ്പാണ് ഉപയോഗിച്ചിരുന്നത്. പണം നൽകിയതായി സ്ക്രീനിൽ വ്യാജമായി കാണിക്കുമെന്നതാണ് ആപ്പിന്റെ പ്രത്യേകത. അഷ്റഫും ഒരു കൂട്ടാളിയും ഒന്നിച്ചാണ് തട്ടിപ്പിനായി കാർ വാടകയ്ക്കെടുത്ത് 3 പീടികയിലേക്ക് വന്നത്. അഷ്റഫ് കാർ വിദഗ്ധമായി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച ശേഷം കൂട്ടാളിയെ തട്ടിപ്പിനായി പറഞ്ഞയക്കുകയും തട്ടിപ്പ് നടത്തിയ ശേഷം തിരിച്ചു വന്ന കൂട്ടാളിയുമായി കാറിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കൂട്ടാളിയായ പ്രതിയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നു. സമാന രീതിയിൽ മട്ടാഞ്ചേരിയിലും താമരശ്ശേരിയിലും തട്ടിപ്പ് പ്രതികൾ നടത്തിയിരുന്നതായി പറയുന്നു. അഷ്റഫ് പേരാവൂർ പോലീസ് സ്റ്റേഷനിൽ 2018 മുക്കുപണ്ടം പണയം വെച്ചതിന് 8 കേസുകളിലും തമിഴ്നാട് ജോലാർപേട്ട് സ്റ്റേഷനിൽ ഒരു പിടിച്ചുപറി കേസിലുമടക്കം 13 കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, കയ്പമംഗലം SHO KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ KS സൂരജ്, മുഹമ്മദ് സിയാദ്, പോലീസുകാരായ സുനിൽ കുമാർ, ജ്യോതിഷ്, ഡെൻസ് മോൻ, സൈബർ വോളണ്ടിയർ മൃദുലാൽ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. BVMHS കല്ലേറ്റുംകരയിലെ മാതൃകാ പദ്ധതിയായ 7ാം സാന്ത്വന ഭവനം താക്കോൽ കൈമാറ്റ ചടങ്ങ് നടത്തി. പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പൊതുസമൂഹവുമായി എന്നും ചേർന്ന് പ്രവർത്തിക്കുന്ന കല്ലേറ്റുംകരയിലെ BVMHS വിദ്യാലയത്തിലെ 2012 മുതൽ തുടർന്നു വരുന്ന മാതൃകാ പദ്ധതിയായ സാന്ത്വന ഭവന പദ്ധതി പ്രകാരം ഒരുക്കി നൽകുന്ന 7ാം സാന്ത്വന ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം നടത്തി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനവും യുവ സിനി ആർട്ടിസ്റ്റ് ഗബ്രി ജോസ് മുഖ്യാതിഥിയുമായിരുന്നു. സ്കൂൾ മാനേജർ വർഗീസ് പന്തലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഈ പദ്ധതിക്ക് കീഴിൽ വിദ്യാലയത്തിലെ നിർധനരായ 6 വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം സുരക്ഷിത ഭവനങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. വിദ്യാലയത്തിലെ 9ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കുട്ടികൾക്കാണ് ഇക്കുറി താക്കോൽ കൈമാറുന്നത്. 2024 SSLC ബാച്ചിലെ സമ്പൂർണ്ണ A+ കരസ്ഥമാക്കിയവർക്ക് പന്തലൂക്കാരൻ ജോൺസൺ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്ന ക്യാഷ് അവാർഡ് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ശൈലജ വിതരണം ചെയ്തു. കല്ലേറ്റുംകര ഉണ്ണിമിശിഹ പള്ളി ഇടവക വികാരി ഡോക്ടർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ, കല്ലേറ്റുംകര ജുമാ മസ്ജിദ് ചീഫ് ഇമാം കുഞ്ഞു മുഹമ്മദ് മളാഹിരി, ഇരിങ്ങാടപ്പള്ളി മന അംഗം രാജ്കുമാർ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാനേജർ വർഗീസ് പന്തലൂക്കാരൻ, പ്രധാന അധ്യാപകൻ അബ്ദുൾ ഹമീദ് A, PTA പ്രസിഡന്റ് KA ജോൺസൺ, സാന്ത്വന ഭവന പദ്ധതി കൺവീനർ റിനി റാഫേൽ K, സ്റ്റാഫ് പ്രതിനിധി ഷൈന NA എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. KPSTA ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തുടർക്കഥയാകുന്ന അധ്യാപക ദ്രോഹവും 6 വർഷമായി ശമ്പളമില്ലാത്തതിന്റെ പേരിൽ അധ്യാപിക ജീവൻ ഒടുക്കിയ സംഭവവും ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് ചാലക്കുടി AEO ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് റാഫി കല്ലൂപ്പാലം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആന്റോ P തട്ടിൽ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M കുമാർ എന്നിവർ സംസാരിച്ചു. ആ അധ്യാപകരെ കൂടി തുണിക്കടയിലേക്ക് പോയ, മീൻ വിൽക്കാൻ പോയ, മറ്റ് തൊഴിലുറപ്പിന് പോയ അധ്യാപകരെ വരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഴുവൻ അധ്യാപകർക്കും നിയമനവും മുഴുവൻ അധ്യാപകർക്കും ശമ്പളവും കൊടുത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ജോലി ചെയ്തിരുന്ന അലീന ബെന്നി ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ, അധ്യാപക വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളുടെ ഇരയായിക്കൊണ്ട് ആത്മഹത്യ ചെയ്ത അതിദാരുണമായ സംഭവം. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട MDMA പ്രതിയും രാസലഹരി വിൽപ്പനക്കാരനും പിടിയിൽ. MDMA കൈവശം വെച്ചതിന് കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളെയും പ്രതികൾക്ക് MDMA എത്തിക്കുന്നയാളെയും മതിലകം പോലീസ് പിടികൂടി. കൂരിക്കുഴി സ്വദേശി കല്ലുങ്ങൽ സ്വദേശി മുസമ്മിൽ, കൊടുങ്ങല്ലൂർ പടാക്കുളം സ്വദേശി വൈപ്പിൻകാട്ടിൽ നിസ്താഫിർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 18-നാണ് പുന്നയ്ക്ക ബസാറിൽ കാറിൽ നിന്ന് 5.38 ഗ്രാം കഞ്ചാവ് മതിലകം പോലീസ് പിടികൂടുകയും 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇവരെ വാഹനത്തിൽ സ്റ്റേഷനിൽ എത്തിക്കുന്ന നേരം ഇരുവരും വാഹനത്തിന്റെ ഡോർ തുറന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിലൊരാളായ മുസമ്മിലിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടി.
കോതപറമ്പ് സ്വദേശി ഫാരിഷിനെ പിടികൂടുന്നതിന് വേണ്ട അന്വേഷണങ്ങൾ പോലീസ് നടത്തിവരികയാണ്. തുടർന്ന് ഈ കേസിലെ അന്വേഷണം നടത്തിയതിൽ പ്രതികൾക്ക് MDMA നൽകിയ നിസ്താഫറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നിസ്താഫർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ NDPS കേസിലെയും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ പോക്സോ കേസിലെയും പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, റിജി സഹദ്, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ അഷറഫ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പ്രജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ്, ബിപിൻ ദാസ്, ആന്റണി, ഷനിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കരുവാപ്പടി ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും ഞായറാഴ്ച രാവിലെ 9-ന് മണ്ണമ്പേട്ട സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അംഗത്വ വിതരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ അധ്യക്ഷത വഹിക്കും. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കലാകാരന്മാരുടെ തൊഴിൽപരമായ ഉന്നമനത്തിനും സാമൂഹിക സാമ്പത്തിക വികസനത്തിനും വേണ്ടി തൃശൂർ ജില്ലാ പ്രവർത്തന പരിധി നിശ്ചയിച്ചാണ് സംഘം പ്രവർത്തിക്കുന്നത്. സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ, ബോർഡ് മെമ്പർ MC ഗോപി, ജനകീയ സമിതി അംഗം ഉഷ ഉണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 45 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8025 രൂപ, പവന് 64,200 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മസ്തകത്തിൽ മുറിവേറ്റ ആന ചികിത്സയ്ക്കിടെ ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെയാണ് ആന ചരിഞ്ഞത്. സ്വർണം വാങ്ങിയ ശേഷം വ്യാജ രസീത് കാണിച്ച് ജ്വല്ലറിയിൽ നിന്ന് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളഞ്ഞ കേസിൽ പ്രതികളിലൊരാൾ പിടിയിൽ. BVMHS കല്ലേറ്റുംകരയിലെ മാതൃകാ പദ്ധതിയായ 7ാം സാന്ത്വന ഭവനം താക്കോൽ കൈമാറ്റ ചടങ്ങ് നടത്തി. KPSTA ചാലക്കുടി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട MDMA പ്രതിയും രാസലഹരി വിൽപ്പനക്കാരനും പിടിയിൽ. കരുവാപ്പടി ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘം വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും ഞായറാഴ്ച. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.